മാളൂട്ടി, മോളെ, മാളു, ഈ പെണ്ണ് എങ്ങോട്ടാ പോയേ? കണ്ടോ? ഇല്ല, ഇവിടെ എങ്ങും കാണാനില്ല. മാളു, എന്താ ദേവു? മാളുവിനെ എവിടെങ്ങും കാണണില്ല. മാളു, മുറിയിൽ നോക്കിയോ? നോക്കി അവിടെ ഇല്ല. പിന്നെ എവിടെ പോയി കുട്ടി? എന്താ എല്ലാവരും കൂടെ? ആളുവിനെ കാണുന്നില്ലെന്ന്. ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. അപ്പോ മാളുവിനെ കണ്ടോ നീ? കണ്ടു. ആ, എവിടെ? ഞാൻ കുളിക്കാൻ പോകുമ്പം മൂടി പോച്ച് കിടക്കണുണ്ടായിരുന്നു മോളില്. ഓ, വലിയ കാര്യായിപ്പോയി. ഒക്കത്തിനും കാരണക്കാരൻ നീയാ. ദേവു, മോനകത്തേക്ക് വെക്കോ. അവൾ എവിടെയും പോവില്ല. ഞാനൊന്ന് നോക്കിട്ട് വരാം. പാടും. ഞാൻ എന്ത് ചെയ്തു? എന്റെ കുട്ടി എങ്ങോട്ട് പോയാവോ? മുറിയിലുണ്ട്. നീ വാ, ഞാൻ കാണിച്ചുതരാം. മോള്, അവരെല്ലാം ആകെ പേടിച്ചിരിക്കുന്നുണ്ടാവും. എന്റെ മോള് പറയാതെ ഇങ്ങ് പോകുന്നത് ഒട്ടും ശരിയായില്ല. വാ, അച്ഛനെയും കൂട്ടി ഞാൻ അക്കരയ്ക്ക് വിടാം. ഇല്ല, ഞാനും അങ്ങോട്ടേക്കില്ല. മതിയായി എനിക്ക്. എന്തൊക്കെയാ പറയണേ? കല്യാണം കഴിഞ്ഞ് 3-ാം നാൾ പെണ്ണ് വീട്ടിൽ വന്നിരിക്കണോന്നറിഞ്ഞാ ആൾക്കാർ എന്തു പറയും? പറയട്ടെ, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. എന്നാലും ഞാനും അങ്ങോട്ടേക്കില്ല. അമ്മേ, അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കണേ? അവക്ക് ഇഷ്ടമല്ല വെച്ചാ വേണ്ട. ഒരു കണക്കിന് ഇത് നന്നായിന്ന് കരുതിയാ മതി. എന്താ? മോളിങ് പോന്നു. അകത്ത് കയറി ഒരേ കരച്ചിലും ബഹളവാ. മോളെ, നിന്റെ വിഷമം അച്ഛന് മനസ്സിലാവും. ഒന്നും വേണമെന്ന് വെച്ചായിരുന്നില്ല. നിന്റെ നന്മ അതേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. മതി, 100 വട്ടം ഞാൻ ഈ നന്മയുടെ കാര്യം കേട്ടു. ഇതാണോ അച്ഛൻ ആഗ്രഹിച്ച നന്മ? കരഞ്ഞു പറഞ്ഞില്ലേ? ഞാൻ കാല് പിടിച്ചില്ലേ? കേട്ടില്ല, കേട്ടില്ല ആരും. പറയച്ച, മാഷുമാമനാണോ ഇങ്ങനെയൊന്നും ആവശ്യപ്പെട്ടത്? അങ്ങനെ ആയിരുന്നില്ല എന്നോട് പറഞ്ഞത്. കടപ്പാടിന്റെ പേരും പറഞ്ഞ് പാവം മാഷുമാമൻ അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. ആരോടുള്ള വാശി തീർക്കാനായിരുന്നു? മാഷുമാമനോടോ അതോ ചന്ദ്രേട്ടനോടോ? എനിക്കൊന്നും മനസ്സിലാവണില്ല. പറയച്ച, എന്തിനായിരുന്നു ഇത്? മോളെ, അച്ഛൻ ഇനിയൊന്നും മറച്ചു വെക്കുന്നില്ല. മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ചന്ദ്രൻ പോകും മുമ്പ് നീയുമായിട്ടുള്ള വിവാഹ നിശ്ചയങ്ങളും നടത്തണമെന്നായിരുന്നു അച്ഛൻ ആഗ്രഹിച്ചത്. അങ്ങനെ നിന്റെ ജാതകം കൊണ്ട് വലിയ മഠം തിരുമേനിയെ ചെന്ന് കണ്ടു. പക്ഷേ അവിടെ അച്ഛന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി. സ്വന്തം മകളുടെ ജാതകത്തില് വൈധവ്യം വിധിച്ചിരിക്കണമെന്ന് അറിയുമ്പോ ഒരച്ഛനുണ്ടാവുന്ന വേദന എന്റെ മോള് മനസ്സിലാക്കണം. അതെ മോളെ, മംഗല്യദോഷമുണ്ട് നിന്റെ ജാതകത്തില്. 2ാം കെട്ടേ വാഴൂന്ന് വലിയ മഠം തറപ്പിച്ചു പറഞ്ഞപ്പോ അച്ഛൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ആദ്യം ഒന്ന് നടക്കണം. താല് കഴുത്തിൽ വീണ് പക്കനാളെത്തും മുമ്പ് ഭർത്താവിന് ശേഷക്രിയ ചെയ്യണമെന്നാ എന്റെ മോളുടെ വിധി. അതിന് അച്ഛൻ ഒരു വഴിയേ കണ്ടുള്ളൂ. അപ്പൂനെ കൊണ്ട് എന്റെ ദോഷം തീരാൻ അപ്പൂട്ടന്റെ മരണവും കാത്തിരിക്കുക. വേണ്ട, ഇത് പാപമാണ്, മഹാപാപം. പാവം അപ്പൂട്ടൻ. മനസ്സറിയാണ്ട് ഞാനും മഹാപാപിയായല്ലോ ദൈവമേ. അമ്മേ,
അപ്പൂന് ദീനം കരച്ചിലായി. മാളൊന്ന് പോന്നേ പിന്നെ ജലപാനം പോലും കഴിച്ചിട്ടില്ല. ഒരേ ഒരു കിടപ്പ്. എന്റെ ഭഗവതി, എന്തൊക്കെ സംഭവിക്കാൻ പോണൂന്ന് എന്റെ മനസ്സ് പറയണു. ആരെ ഒന്ന് വിളിക്ക. നാരായണ കൃഷ്ണ. ദേ ഒന്നിങ്ങോട്ട് വന്നേ, അപ്പൂന് ദീനം കലശലായിന്ന്. വലിയ മഠത്തിന്റെ നാവ് പഴക്കില്ല. 8-ാം തീയതി കഴിഞ്ഞാ പക്കനാള് കഴിയും. ദൈവം അല്പം നേരത്തെ വിളിച്ചിരിക്കും. യാത്ര പോലും പറയാതെ നമ്മുടെ അപ്പു പോയി. മാളു, മാളു, മാളു. എന്താ? മാളുവിനെ കൊണ്ടുപോകാനാ ഞാൻ വന്നേ. ആളിവിടെ ഇല്ല. നുണ. ബാസിമാവൻ പറഞ്ഞല്ലോ ഇവിടെ ഉണ്ടെന്ന്. എനിക്ക് മാളുവിനെ കാണണം. എന്തിനാ? ഭാര്യത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. അവൾ ഇനി എങ്ങും വരണില്ല. നീ പോ. മാറാ. മാളു, മാളു, നിൽക്കാനല്ലോ പറഞ്ഞു. പറഞ്ഞ ഞാൻ മാളുവിനെ കൊണ്ടുപോകും. ഞാൻ മാളുവിനെ കൊണ്ടുപോകും. നീ ഇനി എന്നെ മേടിച്ചോണ്ട് പോ. മാളു, മാളു, ഞാൻ മാളുവിനെ കൊണ്ടുപോകും. വിട്, എനിക്ക് മാളുവിനെ കാണണം. വിടുക. അപ്പു വിടാൻ. എന്താ ഇത്? ഈ പാവത്തിന് തല്ലി കൊന്നിട്ട് എന്ത് നേരം പോവും എല്ലാരും? മാളു, നീ അകത്ത് പോ. ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് വാര്യത്തേക്ക് പോവാം. മാളു വാ. ഒന്ന് പോകുന്നുണ്ട് അവിടുന്ന്. നീ എവിടെ പോയതാ അപ്പു ഈ രാത്രിയില്? മാളു എന്താ വരാത്തെ? മാളു എന്താ വരാത്തെന്ന് കരയണ കണ്ടിട്ട് സഹിച്ചില്ല. എല്ലാരും വഴക്ക് പറയാ. അച്ഛനും മാളുവിനെ വഴക്ക് പറഞ്ഞോ? ഓ, തുടങ്ങി ബഹളം. ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല. മാളുവിനെ കൊണ്ടുവരാനാ ഞാൻ പോയേ. ഞാൻ വിളിച്ചിട്ട് മാളു വന്നില്ല. അമ്മ വഴക്ക് പറഞ്ഞിട്ടല്ലേ മാളു പോയേ? അപ്പു, ആരും അവളെ വഴക്ക് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ മാളു കരയണേ? അവളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായി കാണും. അത് കഴിയുമ്പോ അവളേക്ക് വരും. അത്രേ ഉള്ളൂ. ഇവിടത്തെ ഈ നേർച്ചയുടെ പ്രത്യേകത എന്താണെന്ന് അപ്പൂനറിയോ? തിളച്ച പായസം കൈകൊണ്ട് വാരിയ കുടുംബത്തിൽ ആർക്കെങ്കിലും കഷ്ടതകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം ദേവി മാറ്റിത്തരും.
ഒരു തിളച്ച പായസം ആയിരുന്നു. അതിനൊക്കെ വിഷം ഓനെന്താ ഉണ്ടായേ? മാളൂട്ടിയുടെ പേരും പറഞ്ഞ് അതൊക്കെ ചെയ്യണേ. എന്തിനാ പൂട്ട ഈ കടുങ്കൈ ചെയ്യണേ? മാളുവിന് വേണ്ടിയാ, മാളുവിന്റെ വിഷമം മാറാൻ. ചൂട് പായസം കൈകൊണ്ട് വാരിയ ദേവി പ്രസാദിക്കും, പ്രയാസങ്ങളൊക്കെ മാറും. ഇനി ഒരിക്കലും മാളുവിന് വിഷമം ഉണ്ടാവില്ല.